ഹായ്, അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഫെർട്ടിലൈസർ ആണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. നമ്മൾ ഈ എന്താ പറയുക, നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ അതവിടെ വെച്ച് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ടാവും. വീട്ടിലെത്തുമ്പോഴത്തേക്കും അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ ഒരു പരിഹാര മാർഗം കൂടിയാണ് ഞാനിപ്പോൾ പറയുന്ന ഈ ഫെർട്ടിലൈസർ. അപ്പം ഇതിൻ്റെ പേര് എപ്സം സാൾട്ട് അഥവാ മാഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ്. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയ ഒന്നാണ്. ചെടികൾ പെട്ടെന്ന് പൂക്കാനും പിന്നെന്താണ് പച്ചക്കറികൾ വളരെ വേഗം വളരാനും ഒക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് കാണാൻ ഉപ്പ് പോലെയൊക്കെ ഉണ്ട് അല്ലെ, പക്ഷെ ഇത് പാചകത്തിനൊന്നും കൊള്ളത്തില്ല കേട്ടോ. ചെടികളിൽ നല്ല പച്ചപ്പ് ഉണ്ടാക്കാൻ ഇത് സഹായകരമാണ്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് വരാൻ ഇത് വളരെ നല്ലതാണ്. ചെടികളിലെ വാട്ടം, കീടാണുക്കളുടെ ശല്യം എന്നിവയ്ക്കും ഇത് ഒരു പരിഹാരമാണ്. ഇനി ഇതിന്റെ ഉപയോഗക്രമം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ നമ്മളിത് സാധാരണ ചെടി നടത്തില്ലേ, അത് നട്ട് കുറച്ച് കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ആ ചെടിയുടെ അടിയിൽ മണ്ണ് ഇളക്കിയിട്ട് നമുക്കിത് അല്പം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂണിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി അതല്ല എന്നല്ല ഉണ്ടെങ്കിൽ നമ്മളിത് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ഗ്രാം എന്ന കണക്കിൽ ചേർത്തിട്ട് ചെടിയുടെ ഇലകള്, പൂക്കള്, കായ്, തണ്ട് എന്നീ ഭാഗങ്ങൾ ഇത് തളിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഉടനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതല്ല വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചെടിയുടെ ഇലയിലും പൂക്കളും കായകളും ഒക്കെ ഇത് തളിച്ചു കൊടുക്കണം. പിന്നെ 15 ദിവസത്തിൽ ഒരിക്കൽ ഇത് തളിച്ചു കൊടുക്കണം. ഇനി അതിന് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക, അതിനുത്തരം ഞാൻ നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.